നമസ്കാരം. IDC വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും IDC വ്ളോഗിൽ ഒരു വീഡിയോ ആയിട്ട് കുറച്ച് ഷൂട്ടിംഗ് സംബന്ധമായിട്ടുള്ള ജോലികളുടെ തിരക്കുകൊണ്ടാണ് ഇതുവരെ വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത്. വീണ്ടും ഈ ലൊക്കേഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമുക്കിന്നൊരു പുതിയ അതിഥിയുണ്ട്, രാജീവ്. അപ്പോൾ രാജീവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. മലയാള സിനിമയിൽ, മലയാളത്തിൽ മാത്രമല്ല മലയാളം തമിഴ് സിനിമാ മേഖലയിൽ മൃഗങ്ങളെ സപ്ലൈ ചെയ്യുന്ന ആളാണ്. ഈ സിനിമയിലേക്ക് ഇപ്പോൾ പോത്തുകളെയാണ് രാജീവ് എത്തിച്ചിട്ടുള്ളത്. പോത്ത്, പട്ടി, കോഴി, താറാവ്, കുതിര, അങ്ങനെ സകലമാന സാധനങ്ങളെയും എത്തിക്കുന്നൊരു ആളാണ് രാജീവ്. നമുക്ക് രാജീവിനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. ഇത് രാജീവ് ഭായി. ഇപ്പോൾ രാജീവ് ഭായിയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നതാണ് ഇത്തവണത്തെ നമ്മുടെ വ്ളോഗിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. രാജീവ് ഭായി, അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് രാജീവ് ഭായിയുടെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. എൻ്റെ പേര് രാജീവ്, സിനിമ അറിയപ്പെടുന്ന റിംഗ് മാസ്റ്റർ രാജീവ്. ഞാനിപ്പോൾ 27 വർഷം സിനിമയിൽ പട്ടി, കുതിര എല്ലാ ഐറ്റംസിനെ കൊടുക്കാൻ. പക്ഷേ നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് പട്ടി ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് പടം ജെൻറ്റിൽമാനാണ്. അത് കഴിഞ്ഞ് ഇഷ്ടംപോലെ പടങ്ങൾ നമ്മളാണ് സിനിമകളിൽ പട്ടി ഫുള്ളായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുതിര, പഴശ്ശിരാജയ്ക്ക് എൻ്റെ ആശാനും തമിഴ്മൻ എന്ന് പറഞ്ഞ ആളാണ് എൻ്റെ ആശാൻ. പുള്ളിയാണ് തമിഴ് പടങ്ങളിലൊക്കെ കുതിര കൊണ്ടുപോകുന്നത്. പുള്ളിയുടെ അടുത്ത് നിന്ന് പഠിച്ചതാണ് കുതിരയുടെ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം. തെലുങ്ക് പടങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ബാഹുബലി, സൈറാറെഡ്ഡി, മഹദീര, അങ്ങനെ ധാരാളം തെലുങ്ക് പടങ്ങൾ, തമിഴ് പടങ്ങൾ, വിജയുടെ കുരുവി, ഇഷ്ടംപോലെ പടങ്ങൾക്ക് നമ്മൾ കുതിരയും മറ്റ് മൃഗങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ സിനിമയിൽ പോത്തിന് ഒരു ക്യാരക്ടറുള്ള ഇതാണ്. അപ്പോൾ കുഞ്ഞു പോത്ത് മുതൽ ഇതിൻ്റെ വലിയ പോത്ത് വരെ ഈ പടത്തിലുണ്ട്. പവൻ സാറാണ് ഇതിൻ്റെ ഡയറക്ടർ. ഇതതിൻ്റെ ഒരു ചെറുതിൻ്റെ കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലുള്ള ഇപ്പം നമ്മൾ സിനിമയിൽ ആൾക്കാരുടെയൊക്കെ ധാരണ, പൊതുവെയുള്ള ഒരു ധാരണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരു പോത്ത് വേണം, അല്ലെങ്കിൽ ഒരു പശുവിനെ വേണം എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമയെ കൊണ്ടൊന്ന് അഭിനയിപ്പിക്കാമെന്ന്. അത് ഒരിക്കലും സിനിമ പ്രാക്ടിക്കലല്ല. ഇവർക്ക് ഇവരുടേതായ ഒരു മൈൻഡുണ്ട്. ആ മൈൻഡിന് അനുസരിച്ച് നമ്മൾ ഇതുങ്ങളെ ട്രെയിൻ ചെയ്തെടുക്കണം. അതിന് ശേഷമേ ഷൂട്ടിങ്ങിന് നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം ഒരു പോത്തിൻ്റെ ഒരു ഷോട്ട് നമ്മൾ ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർക്കുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ലക്ഷങ്ങളായിരിക്കും. അപ്പം നമ്മൾ ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ ചെയ്തേക്കുന്ന വർക്കുകളെല്ലാം ഫുൾ പ്രിപ്പയർഡായിട്ട് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഒരു പ്രാവാണേലും കുതിരയാണേലും ഇപ്പോൾ പോത്താണേലും പശുവാണേലും സിനിമയിൽ കാണിക്കുന്ന ഇതിൽ എല്ലാം. മധുരരാജ പടത്തിൽ ഞാൻ കറവപ്പശുവിനെ ചെയ്തു. ഡാഡി ഗിരിച്ച് വന്ന് കറക്കുന്ന ഒരു സീനില്ല. അതിന് ആപ്റ്റായിട്ടുള്ള പശുവിനെ തന്നെ കൊണ്ടുവന്ന് ആ പശു ആ ടൈമിങ് കറക്റ്റായിട്ട് അങ്ങനെ നിന്ന് കൊടുത്ത് കറക്കുന്ന ഷോട്ട് ആ പടത്തിലുണ്ട്. ഇതിൻ്റെ പിന്നിലൊരു വലിയ എഫേർട്ടുണ്ട്. നിങ്ങളെ ഇതേപോലെ ട്രെയിൻ ചെയ്തെടുക്കുക. ഇപ്പം ഈ എല്ലാ പോത്തിനെയും നമുക്ക് കൊണ്ടുവന്ന് ഇതേപോലെ നിൽക്കത്തില്ല. നമ്മൾ എത്ര നേരം പാടത്ത് നിൽക്കുന്ന പോത്തിനെ കൊണ്ടൊന്നും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റില്ല. ഇവരെ നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നതിനാണ് ഇതിനകത്ത്. ട്രെയിനിങ്ങിൻ്റെ ബേസിക് പഠിച്ചിട്ടും കാര്യമില്ല. എല്ലാവർക്കും ഇത് സീറ്റിംഗ് അല്ല. ഇത് ഒരു ദൈവസിദ്ധ കലയാണ്. സിനിമ ഇത് വളരെ അത്യന്താപേക്ഷികമായ സിനിമകൾ. ഇപ്പോൾ ഒരു പട്ടിയെ കാണിക്കണേലും ഒരു തെരുവ് പട്ടി പോകുമ്പം സിനിമ നമ്മൾ കാണുമ്പം അത് അതിലെ പോയതാണെന്ന് ഓർക്കും. പക്ഷേ അതല്ല. സിനിമ ഒരു ഫ്രെയിമിലോട്ട് നമ്മളൊരു ആനിമൽ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ട്രെയിൻഡ് ആയിട്ടുള്ള ആ ടൈമിങ് പാസ് ചെയ്യുന്നതിനാണ് അതിൻ്റെ ഇത്. സിനിമയിൽ ഞാനൊരു 20 വർഷം വരെ നമുക്ക് പുറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ കോവിഡ് സമയം വന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തമിഴ് പടത്തിൻ്റെ അഡ്വാൻസ് വന്നതുകൊണ്ട് അതിനുവേണ്ടി 15 കുതിരകൾ, 40 ഡോഗുകൾ ഉണ്ട്. പക്ഷേ ആ കോവിഡ് വന്ന സമയത്താണ് ശരിക്കും ഇതുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പോലും വളരെ കഷ്ടപ്പെടുകയും
ബുദ്ധിമുട്ടുകയും ചെയ്തു. കാരണം നമുക്ക് ആ സമയത്ത് ഈ ആൾക്കാരുടെ കാഴ്ചപ്പാട് ഈ സിനിമയിൽ നിന്ന് നമുക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നും. പക്ഷെ ഒന്നുമില്ല. നമുക്ക് ആ സമയത്തെ ഒരു ബാധ്യത പോലും വലിയൊരു തുകയാണ്. കാരണം ഈ കോവിഡിൻ്റെ ആ സമയത്ത് പട്ടികളെ കുറേ ഫ്രീ ആയിട്ട് കൊടുത്തു, ട്രെയിൻഡ് പട്ടികൾ. നമ്മൾ ഇപ്പോൾ സിനിമ അഭിനയിപ്പിച്ച് ഇപ്പം ഭയങ്കര ഇതാകുന്ന ഇപ്പം സ്വാഭാവികമായിട്ട് ചില ആർട്ടിസ്റ്റുകൾ ചോദിക്കും. അവർക്ക് നമ്മൾ മനസ്സോടെ കൊടുക്കും. പിന്നെ ചിലർ അത് വേണമെന്ന് പറഞ്ഞ് ഈ മേടിക്കുന്നവരുണ്ട്. ഇപ്പം റിംഗ് മാസ്റ്ററുടെ പട്ടി ആണെങ്കിലും നമ്മളത് പ്രൊഡ്യൂസർ കൊടുത്തായിരുന്നു. അത് 2 പട്ടികളാണ് ചെയ്തത്. തെലുങ്ക് പടം ചെയ്തപ്പോഴത്തേക്കും രാമചന്ദ്രന് ഞാൻ ട്രെയിൻ ചെയ്ത കുതിരേനെ പുള്ളിക്ക് കൊടുത്തായിരുന്നു. അങ്ങനെ സിനിമകളിൽ പലരും ട്രെയിൻഡായിട്ടുള്ള ഇതിനെ മേടിക്കാറുണ്ട്.